ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അടിപൊളി മുളക് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളക് ചട്നി കാന്തി പറയും, മുളക് ചമ്മന്തി എന്ന് പറയും. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കുക. 2 ദോശ കഴിക്കുന്നവർക്ക് 3 ദോശ കഴിക്കാൻ തോന്നും. അത്രയും നല്ല രുചിയുള്ള മുളക് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ആദ്യം ഒരു 3-4 വറ്റൽ മുളക് ഇടുക. 2 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അരയ്ക്കണം. നന്നായിട്ട് നല്ലോണം അരയ്ക്കണ്ട, ഒരുവിധം അരയ്ക്കുക. എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായി അരഞ്ഞ് മൈമാതിരി ആയാൽ നന്നായി ഉണ്ടാവില്ല. ഒരുവിധം അരയ്ക്കണം. ഞാനിപ്പോൾ അരച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഹലോ, ഇതുപോലെ അരച്ചാൽ മതി. കണ്ടില്ലേ? ഇത്രയും അരച്ചാൽ മതി. നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. നല്ല മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ട്. നല്ല ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ നാവിൽ വെള്ളം വരാൻ തുടങ്ങി. സൂപ്പറായിട്ടൊരു ദോശ ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലിയും ദോശയും ഏത് വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പം നല്ല മണം വരാൻ തുടങ്ങി. എനിക്ക് എന്തായാലും കൊതി സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേഗം ഒരു ദോശ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോണു. സ്റ്റൗ കത്തിക്കാൻ പോണു. സ്റ്റൗ കത്തിച്ച് ദോശക്കല്ല് വെച്ചു. എത്രയും പെട്ടെന്ന് വേഗം ഒരു ദോശ ഉണ്ടാക്കാൻ തോന്നുകയാണ്. കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. വേഗം ഈ മുളക് ചട്നി അരച്ചാൽ എല്ലാവർക്കും നാവിൽ വെള്ളം വരും. അത്ര ടേസ്റ്റായിരിക്കും ദോശയും ഇഡ്ഡലിയും ഒക്കെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഹലോ ഗായ്സ്, നല്ല വട്ടത്തിൽ നല്ല വലിയൊരു ദോശ. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് റോസ്റ്റ് മാതിരി വേണമെങ്കിലും ചുടാം. കുട്ടികൾക്കൊക്കെ നല്ല റോസ്റ്റ് മാതിരി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് 1 കഴിക്കുന്നവർ 2 കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം എരിവില്ലാത്ത മുളക് ചട്നിയാണ്. നമുക്ക് അധികം എരിവ് വേണ്ട മുളക് ചട്നിക്ക്. ഒരുപാട് എരിവിട്ടാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു. ദോശയുടെ മേലെ ചെറുതായിട്ട് അധികം എണ്ണയൊന്നും വേണ്ട, ലൈറ്റായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുമന്ന് വെന്ത് വരട്ടെ. ദോശ ചുടുന്ന ഇടയിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചൂടൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലിയും മുളക് ചട്നിയും കൂട്ടി കഴിച്ചാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ? ഇഡ്ഡലിക്കും നല്ല മുളക് ചട്നിക്കും. ദോശ തിരിച്ചിടുന്നുണ്ട്. കണ്ടില്ലേ? സൂപ്പർ ദോശയായി. ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ് ദോശയും ഇഡ്ഡലിയും അടിപൊളി മുളക് ചട്നിയും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ ചട്നി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ചട്നി, മുളക് ചട്നി, മുളക് ചമ്മന്തി, കാന്തി, അങ്ങനെ പല പേരിലും ഇതിനറിയപ്പെടും. ചട്നി രാജാവാണിത്. എല്ലാ ചട്നീനേക്കാളും ഏറ്റവും വലിയ രാജാവാണ് മുളക് ചട്നി. ഇത് കൂട്ടി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ. സൂപ്പർ ദോശയായി. ഞാൻ കഴിക്കാൻ പോവുകയാണ്. എനിക്കിനി ഇരിക്കാൻ വയ്യ, നാവിൽ വെള്ളം ഊറിയിട്ട് വയ്യ. ഞാനിപ്പോൾ ഇഡ്ഡലിയും ദോശയും മുളക് ചട്നിയും എല്ലാം കൂടി കഴിക്കാൻ പോവുകയാണ്. നിങ്ങളിതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഞാൻ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എങ്ങനെയുണ്ട് എന്ന് അറിയിക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലത്തെ ചട്നികളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും. ഇതെന്തായാലും ഈ മുളക് ചട്നി ഉണ്ടാക്കി കഴിക്കുന്നവരാരും ഇനി ഈ മുളക് ചട്നി വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചട്നിയാണ്. ഇതിങ്ങനെ ദോശ പിച്ചെടുക്കുക, ഒരു പൊട്ട് മുളക് ചട്നി തൊടുക, തൊട്ട് വായിലിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ്. വയ്യ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഓക്കെ, ബൈ.